സിംഗിൾ ഓൺഷിപ്പ് ആണ്. ആകെ 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി വാറണ്ടിയിലുള്ളതാണ്, ഹിസ്റ്ററി ഉള്ളതാണ്. വീഡിയോയിൽ കാണിക്കുന്നതിന് മുന്നേ ആദ്യം ഇതിന്റെ ഇൻസൈഡ് ആകെ കിലോമീറ്ററും കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, 50ന്റെ അടുത്ത് ഓടിയിട്ടുള്ളൂ. ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്രെറ്റയ്ക്ക് എല്ലാവരും പറയാം മൈലേജ്, പെട്രോൾ മൈലേജ് കുറവാന്നല്ലോ പറയാം. ഇതിന് 24 മൈലേജ് ഗ്യാരണ്ടി. ഇത്രയും ഓപ്ഷൻസ് വരുന്നൊരു വണ്ടി വേറൊരു സെഗ്മെന്റിൽ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. വോയിസ് കമാൻഡ് ഒട്ടുമിക്ക ഓപ്ഷൻസ് ഉള്ളതാണ്. സ്പോർട്ടിൽ പെട്രോൾ MT ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സംഭവമാണ്. വാഗണർ ഓട്ടോമാറ്റിക് സിംഗിൾ ഓൺഷിപ്പ് ആണ്. കിലോമീറ്റർ ആകെ 50,000 ഓടിയിട്ടുള്ളൂ. ഒരു സ്പെഷ്യൽ റൈഡിൽ ടിയാഗോ തരാം, XT എന്നുള്ള വേരിയന്റിൽ 2018 മോഡൽ. ഒരു സ്പെഷ്യൽ റൈഡിൽ തന്നെ തരാം നിങ്ങൾക്ക്. ഇത് അടിപൊളി പോളോ നോക്കുന്ന ആളാണെങ്കിൽ ധൈര്യമായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. ഇതൊരു സ്പെഷ്യൽ റൈഡിൽ തരാം കേട്ടോ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആകെ 40,000 താഴെ ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് വേണമെന്നുള്ള ആൾക്ക് കിലോമീറ്റർ കുറവാണ്, ഓണർഷിപ്പ് സിംഗിൾ. ഈ 3 കാറ്റഗറിയും ഒത്തണിയൊരു വണ്ടിയാണ്. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഇപ്പോൾ ഡസ്റ്ററിൽ റയർ ആണ് ഓട്ടോമാറ്റിക് വരുന്നത്. ആരെങ്കിലും വിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ വരും. കേരളത്തിൽ കേരള രജിസ്ട്രേഷൻ വണ്ടി ആരെങ്കിലും DCT വിൽക്കണേ. ഇതുണ്ട് നമ്മൾ നേരത്തെ കാണിച്ച ടിയാഗോ ചലഞ്ചിങ് ആണ്, ഈ ഗ്രാൻഡ് ഐറ്റം ചലഞ്ചിങ് ആണ്. എല്ലാ വണ്ടി ചലഞ്ചിങ് ആണല്ലേ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. അങ്ങനെ 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ കോഴിക്കോട് ജില്ലയിലുള്ള സെക്കൻഡ് ചോയ്സിൽ വന്നിരിക്കുകയാണ്. ഇക്ക സ്വാഗതം. ഇങ്ങോട്ട് ചോദിക്കണേ, ഇക്കയുടെ തിരക്കൊണ്ടാണ് നമുക്ക് വരാൻ പറ്റാണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് സെക്കൻഡ് ചോയ്സിലെ വീഡിയോ എവിടെയെന്ന്. അപ്പൊ നമ്മള് നല്ലൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് പോവാം. സ്പെഷ്യൽ വീഡിയോ ഈ ഫെബ്രുവരിയിലെ ഒരു ക്ലിയറൻസ് സെയിൽ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഓൾറെഡി ചിലപ്പോൾ ഇത് കണ്ട ആൾക്കാർക്കോ അല്ലെങ്കിൽ ഞങ്ങളെ ഇൻസ്റ്റ കണ്ട ആൾക്കാർക്കോ അതിന്റെ റേറ്റ് അറിയാൻ പറ്റും. അപ്പൊ അതൊന്നും കുറച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ റേറ്റിൽ നിങ്ങൾ തീരുമാനിക്കും. നമ്മൾ പറയണ്ട, വെറുതെ ബോറടിപ്പിക്കേണ്ട. റേറ്റ് നമുക്ക് അനൗൺസ് ചെയ്ത് കൊടുക്കാം, അവർ തീരുമാനിക്കട്ടെ. ആദ്യത്തെ വണ്ടി പറഞ്ഞാൽ ഇപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നതാണ് 2 lakh ബിലോ അല്ലെങ്കിൽ 1.5 ഉള്ളിലുള്ള ഒരു വണ്ടി ഉണ്ടോ, ഒരു 5 സീറ്റർ AC പവർ സ്റ്റാറിംഗ് ഉള്ള ഒരു വണ്ടി ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് ചില ആൾക്കാർ പറയും ലോണും കയറണം എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ചെറിയ ഇനിഷ്യൽ പേയ്മെന്റ് ചിലപ്പോൾ വേണ്ടി വരില്ലാന്ന് തോന്നുന്നുണ്ട്. 2015 ഡാറ്റ്സന്റെ ഗോ ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 64,000 കിലോമീറ്റർ ഓടിയ വണ്ടി. വെറും 1,40,40,000 രൂപ വരാം. നല്ല ഫയലാണെങ്കിൽ ആ എമൗണ്ടിനെ ചിലപ്പോൾ ലോൺ ആയിട്ട് കയറാൻ ചാൻസ് ഉണ്ട്. ആ ഒരു 1,40,000 ഇനി ഒന്നുമില്ലെങ്കിൽ 1,25 കയറും. അപ്പോൾ 15 രൂപ കൊടുത്താൽ പോലെ. ലോൺ അല്ലാത്ത ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ 1,40,40,000 2015 മോഡലാണ്. മോഡൽ വാല്യൂ ഉള്ള ഒരു വണ്ടിയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളൊരു ഓൾട്ടോ 800 ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓൾട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു എത്ര കൊടുക്കണം? 2010 ഓൾട്ടോയ്ക്ക് കൊടുക്കണം, ഒരു 1.25 1.30 കൊടുക്കണം. 11-12 റേഞ്ചിലുള്ള 15 മോഡലുള്ള ഒരു വണ്ടി 1,40,40,000. അതേപോലെ തന്നെ ഗ്രാൻഡ് ഐറ്റം തരാം നിങ്ങൾക്ക്. 2015 ഗ്രാൻഡ് ഐറ്റം. ഇത് സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വണ്ടി കേട്ടോ. 2015 മോഡൽ ഗ്രാൻഡ് മാഗ്ന എന്നുള്ള വേരിയന്റ് ആണ്. AC പവർ സ്റ്റാറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരും. 91,000 കിലോമീറ്റർ നല്ല വൃത്തിയിൽ കൊണ്ട് നടന്നിട്ടുണ്ട് വണ്ടി. പിന്നെ ബോഡി മേല് കുറച്ച് ഈ ബമ്പർ കോർണർ ഇങ്ങനത്തെ ഒരു പെയിന്റിങ് 4-5 രൂപ ഉണ്ടെങ്കിൽ ഈ ബമ്പർ കോർണർ ഇങ്ങനത്തെ ക്വാർട്ടർ പാനൽ അവിടെ ചെറിയ സ്ക്രാച്ച് കാണുന്നുണ്ട്. ആ ഒരു പ്രൈസ് ബെനിഫിറ്റ് തന്നെ നിങ്ങൾക്ക് ദയവും ചെയ്യാം. പെട്രോൾ മാനുവൽ 1.2 വരുന്ന സിംഗിൾ ഓൺഷിപ്പ് 1200 cc വരുന്ന പെട്രോൾ എഞ്ചിന് 2,95,000 വരാം. ആ എമൗണ്ട് തന്നെ ലോൺ കയറും. 15 ഗ്രാൻഡ് ഐറ്റന്റെ റേറ്റ് കേട്ടോ. 3 lakh അബോവ് നിങ്ങൾക്ക് നോർമലി കാണാം. ഇത് 2,75,000 സിംഗിൾ ഓൺഷിപ്പിൽ 90,000 കിലോമീറ്റർ കൂടെ വണ്ടി വരാം. ഫുൾ ലോൺ കയറാൻ സാധ്യത. ഫുൾ ലോൺ കയറും. അത് 2,75,000 ഫുൾ ലോൺ കയറും. അടുത്തൊരു മോഡൽ കൂടിയ വണ്ടിയാണ്. മോഡൽ കൂടിയ മാനുഫാക്ചർ വാറണ്ടി വരുന്ന 2023 1.2 അല്ല 1 ലിറ്റർ വെർച്ചസ് സിംഗിൾ ഓൺഷിപ്പ് ആണ്. ആകെ 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി വാറണ്ടിയിലുള്ളതാണ്, ഹിസ്റ്ററി ഉള്ളതാണ്. എടുക്കുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് എടുക്കുക, ഒന്നും പേടിക്കാനില്ല. നേരെ വാറണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള വണ്ടി തന്നെയാണ്. പെട്രോൾ മാനുവൽ. 1 ലിറ്റർ ആണ് എഞ്ചിൻ. TSI പെട്രോൾ ആണ്. 1 ലിറ്റർ ആണ് വരുന്നത്. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കമ്പനി ക്വാളിറ്റി എവിടെ ഉണ്ടാവില്ല ഈ സാധനം കാണാൻ. അപ്പൊ ഇതിന്റെ വില ഇത് നമ്മളൊരു 10 ലക്ഷത്തിന് മേലെ ചോദിച്ച വണ്ടിയാണ്. കുറച്ചു 9,70,75,000 വരാം. 9.25 വെർട്ടസ് 2023 ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും. വാറണ്ടിയിലുള്ള വണ്ടിയാണ്. നിങ്ങൾക്ക് ഹിസ്റ്ററി കിട്ടും. ആകെ ജെന്യൂൻ കിലോമീറ്റർ ആണ്. 50,000 ഓടിയിട്ടുള്ളൂ. നമ്പർ ഒന്നും ഹൈഡ് ചെയ്തില്ല. നിങ്ങൾക്ക് ഹോസ്പാക്കിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ കിട്ടും. ഇത് വേരിയന്റ് ഏതായിരുന്നേ? ഹൈലൈൻ ആണ്. ടോപ്പിന്റെ ആണ്. ഹൈലൈൻ പ്ലസ് ടോപ്പിന്റെ മേലെ ഒന്നുണ്ട്. ഹൈലൈൻ പ്ലസ് ഉണ്ടല്ലേ? ഓയിൽ ഉള്ളതിന്റെ നേരെ താഴെ. അടുത്തത് ക്രെറ്റ. ഈ ക്രെറ്റ കാണുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണിക്കുന്നതിന് മുന്നേ ആദ്യം ഇതിന്റെ ഇൻസൈഡ് 2018 SX ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 53,000 കിലോമീറ്റർ ഓടിയ വണ്ടി.
നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടിയാണ്. നല്ല ഷോറൂം കണ്ടീഷൻ, പക്ക വൃത്തിയുണ്ട്, നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 അടിപൊളി ടയർ കേട്ടോ. ടയറും കിടപ്പുണ്ട്. പെട്രോൾ ആണ്, പെട്രോൾ മാനുവൽ SX അല്ലേ, 6 സ്പീഡ് 1.6 ആണിത്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നത്. സെക്കൻഡ് ഓൺഷിപ്പിൽ ആകെ 53 ഓടിയ വണ്ടി 8 ലക്ഷം രൂപയ്ക്ക് വരാം. 8 ലക്ഷം രൂപയ്ക്ക് 2018 വണ്ടിയാണ്. അപ്പോൾ എന്തുകൊണ്ടും ഇത് മെച്ചാണ്. നിങ്ങൾക്ക് ലോണ് മാക്സിമം കയറും. 7 ലക്ഷം എന്തായാലും കയറും. 8 കിട്ടുമെന്നുള്ളത് നോക്കുകയും ചെയ്യാം. ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു SUV സ്വന്തമാക്കാം. പെട്രോൾ മോഡൽ കൂടെ 2018 1.6 ആണ് വണ്ടി വരുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് 2023 വണ്ടി, കുറച്ചുകൂടി ലേറ്റസ്റ്റ് ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഓപ്ഷൻസിൽ ലിമിറ്റഡ് ഓപ്ഷൻ വന്നാണ് S+SE എന്നുള്ള വേരിയന്റ് ആണ് വരിക. സൺറൂഫ് അടക്കം എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആകെ കിലോമീറ്ററും കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, 50ന്റെ അടുത്ത് ഓടിയിട്ടുള്ളൂ. 23 മാനുഫാക്ചറിങ് വരുന്നത്. പെട്രോൾ മാനുവൽ. അപ്പോൾ നമ്മുടെ വില എത്രയാ? 12,15,000 വരാം. ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് 15ന്റെ അടുത്ത് വരുന്ന ഒരു വണ്ടിയാണ്. 2 വർഷം കൊണ്ട് ഒരു യൂസ്ഡ് കാർ എടുക്കുന്ന ഒരാൾക്ക് എത്രത്തോളം ഡിഫറൻസ് വന്നു എന്നുള്ളത് നോക്കിയാൽ മതി. 12,15,000 ആണ് ഇതിന് പറയുന്ന വില. അല്ല, നമ്മൾ ലാസ്റ്റ് റേറ്റ് അല്ലേ ഇത്? 12-15 നെറ്റ് തരാം. നമുക്ക് ലോണ് 12 ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും. അത്രയും ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. സൺറൂഫ് ഒക്കെ ഉള്ള ഫീച്ചേഴ്സ് ഒക്കെ ഇഷ്ടംപോലെ കംപ്ലീറ്റ് ഫുൾ ഓപ്ഷനിൽ വരുന്ന എല്ലാ ഇതും വരുന്ന വണ്ടി കേട്ടോ. അടുത്ത വീണ്ടും നെക്സ്റ്റ് 2016 ആണ്. 16 ആണല്ലേ? ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്രെറ്റയ്ക്ക് എല്ലാവരും പറയാം മൈലേജ്, പെട്രോൾ മൈലേജ് കുറവാന്നല്ലോ പറയാം. ഇതിന് 24 മൈലേജ് ഗ്യാരണ്ടി. എങ്ങനെയാന്ന് ചോദിക്കും. എങ്ങനെയാണ്? ഇതിൽ നമ്മൾ ഒരു CNG ആഡ് ചെയ്തിട്ടുണ്ട്. മീൻസ് ഒരു 3 മാസമായിട്ടുള്ളൂ അത് ചെയ്തിട്ട്. 5 വർഷം വാറണ്ടി ഉണ്ട്. കിറ്റിന് 5 വർഷം വാറണ്ടി ഉള്ള ഒരു കിറ്റാണ്. എല്ലാം ഉണ്ട്. RC-യിൽ എൻഡോസ് ചെയ്തതാണ്. അപ്പോൾ ധൈര്യമായിട്ട് ഉപയോഗിക്കാം നിങ്ങൾക്ക്. RTO കാര്യങ്ങൾ ചെക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിലും RC-യിൽ എൻഡോസ് ചെയ്തതിനെ കൊണ്ട് യാതൊരു വിഷയമില്ല. അപ്പോൾ കിറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം. ക്രെറ്റ നോക്കുന്ന ആൾക്കാർക്ക് മെയിൻ ആയിട്ടുള്ള ഒരു പരാതി ആയിരിക്കും മൈലേജ് ഷോട്ട് ആണോ എന്നുള്ളൊരു സംശയം. ഇത് ആ രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ലോട്ടന്റെ കിറ്റാണ്. എടുക്കുന്ന ആൾക്ക് എന്തായാലും മൈലേജ് ഇപ്പം CNG ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. തീർച്ചയായിട്ടും. അപ്പോൾ പെട്രോൾ മാനുവൽ 24. ഇപ്പോൾ അതിന്റെ എക്സിസ്റ്റിംഗ് കസ്റ്റമർ പറഞ്ഞത് ഇതിന് 24 to 25 വരെ മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ 2016 ആണ്. എനിക്ക് തോന്നുന്നു ഈ കിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം 60 രൂപ ഉണ്ട്. അപ്പോൾ ഈ വെഹിക്കിൾ വാല്യൂ തന്നെ നമ്മൾ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ എടുക്കുന്ന ആൾക്ക് എന്തായാലും ആ കിറ്റ് ലാഭമാണ്. 2016 മോഡൽ. 2016 മോഡൽ. ഇതും 1.6 തന്നെ വരുന്ന വണ്ടിയാണ്. തേർഡ് ഓണർഷിപ്പിൽ വണ്ടി അത്രയും നീറ്റാണ്. കിലോമീറ്റർ കുറവാണ്. 54 ഓടിയിട്ടുള്ളൂ. വെൽ കണ്ടീഷൻ വണ്ടി. 6.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ഈ CNG കിറ്റ് ഇല്ലാത്ത വണ്ടിക്ക് തന്നെ ഈ വില ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വിലക്ക് ഒരു പ്ലസ് കിറ്റ്. ഇനിയിപ്പം കിറ്റ് വേണമെങ്കിൽ കഴിച്ചു കൊടുത്താലും നിങ്ങൾക്ക് സെക്കൻഡ്സിൽ മാർക്കറ്റിൽ അത് 45ന്റെ അടുത്ത് വിൽക്കാനും പറ്റും. അപ്പോൾ എന്തായാലും ഇത് എടുക്കുന്ന ആൾക്ക് ഡബിൾ ലാഭമാണ്. പിന്നെ കിറ്റ് വെച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മൈലേജ് അടിപൊളിയാണ്. 24 വരെ മൈലേജ് കിട്ടുന്നുണ്ട്. പെട്രോൾ വണ്ടി വേണം. ഇപ്പോൾ മൈലേജ് ഷോർട്ട് ഉണ്ടോ എന്നുള്ളത് നോക്കുന്ന ആൾക്ക് CNG-യിൽ എത്രത്തോളം കിട്ടുന്നുണ്ട് എന്നുള്ളത് ഇവർക്ക് എന്തായാലും ഒരു ഫുൾ ടാങ്ക് ആക്കിയിട്ട് ഓടിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും മൈലേജ്. നെക്സ്റ്റ് വരുന്നത് ഒരു പ്രീമിയം വെഹിക്കിൾ, അതും ചെറിയ പ്രൈസിൽ. ഹെക്ടറാണ്. ഇത് 1.5 DCT ഷാർപ്പ് എന്നുള്ള ഫുൾ ഓപ്ഷൻ വണ്ടി. അതിൽ 2019 വന്ന ടോപ്പ് എൻഡ് വണ്ടി. അപ്പോൾ ഒരു എല്ലാ ഓപ്ഷൻസും ഇത്രയും ഓപ്ഷൻസ് വരുന്ന ഒരു വണ്ടി വേറൊരു സെഗ്മെന്റിൽ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. വോയിസ് കമാൻഡ് ഒട്ടുമിക്ക ഓപ്ഷൻസ് ഉള്ളതാണ്. ഹലോ എൻജി എന്ന് വിളിക്കുമ്പോൾ തന്നെ വിളിയൊക്കെ കേൾക്കുന്നതാണ്. ഫസ്റ്റ് വന്നത് ഇതിലാണോ? സംശയമുണ്ട്. ഇതിലാണ് ഫസ്റ്റ് വോയിസ് കമാൻഡ് വന്നത്. പിന്നെ ഇത്രയും വലിയ ഡിസ്പ്ലേ വന്നത് ഇതിനകത്തായിരുന്നല്ലോ. അപ്പോൾ 1.5 ആണ് 2019. അന്നത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 24 ലാഖിന്റെ അടുത്ത് വന്ന വണ്ടിയാണ്. അപ്പം ആ ഒരു ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇപ്പൊ വന്നിട്ട് എടുക്കാൻ പറ്റും. ഇത് വെറും 10.5 ലക്ഷം രൂപയ്ക്ക് വരാം. 10.5 ലക്ഷം രൂപയ്ക്ക് 2019 1.5 DCT ഷാർപ്പ് എഞ്ചിന് വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടി. കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വണ്ടി. കിലോമീറ്ററും 50-ന് താഴെ ഓടിയിട്ടുള്ളൂ. അപ്പം 40 സംതിങ് ഓടിയിട്ടുള്ള വണ്ടി. വെൽ കണ്ടീഷൻ വണ്ടി. അപ്പോൾ ഇത് നമുക്ക് ലോൺ ഇടുകയാണെന്നുണ്ടെങ്കിലും നമുക്കൊരു 9 ലാഖിന്റെ ഒക്കെ അടുത്ത് 10ന്റെ ഒക്കെ അടുത്തായിട്ട് ലോൺ ചെയ്യാൻ പറ്റും. 10 ലക്ഷം രൂപയ്ക്ക് വണ്ടി തരാം. വണ്ടി പെർഫെക്റ്റ്. കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. സൺറൂഫും ഒട്ടുമിക്ക ഓപ്ഷൻസ് വരുന്നതാണ്. ഓപ്ഷൻസ് പറഞ്ഞാൽ തീരില്ലതില്ല. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഉണ്ട്. സീറ്റ് നമുക്ക് മെമ്മറി ഫംഗ്ഷൻ ചെയ്തേക്കാം. അപ്പോൾ അടിപൊളി വണ്ടിയാണ്.
ഒരു 50 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റുന്ന ആ വണ്ടിയാണ്. റേഞ്ചിലൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അടുത്ത എക്കോസ്പോർട്ട്. ഇക്കോസ്പോർട്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു സ്പെഷ്യൽ വെഹിക്കിൾ ആണ്. അലോയ് ഉണ്ട്, ആഫ്റ്റർ മാർക്കറ്റ് അലോയ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പില് ട്രെൻഡ് എന്നുള്ള വേരിയന്റ് ആണ്. AMT ആണ്. ഇക്കോസ്പോർട്ടിൽ പെട്രോൾ AMT ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സംഭവമാണ്. ഇക്കോസ്പോർട്ട് പെട്രോൾ. പെട്രോൾ AMT ആണ്. 2000 വണ്ടിയിൽ ആ ഒരു രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വണ്ടി. ഇക്കോസ്പോർട്ടിന് പെട്രോൾ തന്നെ നല്ല ഡിമാൻഡ് കിട്ടും. ഞങ്ങൾ ഇവിടെ പെട്രോൾ വന്ന വണ്ടിയൊക്കെ പെട്ടെന്ന് പോയി. ചില പോകുന്നതൊക്കെ നിങ്ങൾ ആ സൈഡിലേക്കാണ്, തൃശ്ശൂർ, ആലപ്പുഴ ആ സൈഡിൽ നിന്നൊക്കെയാണ് ഒരുപാട് എൻക്വയറീസ് വരുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഫ്ലഡ് എഫക്റ്റഡ് ആണ്. ഇത് മുങ്ങിയിട്ടൊന്നുമില്ല. പക്ഷെ ഇതിന്റെ കസ്റ്റമർ തന്നെ 2020 ഫ്ലഡ് ക്ലെയിം ചെയ്തു. എന്നിട്ട് ആ കസ്റ്റമറിനെ ഈ വണ്ടി വാങ്ങി. അവരെന്നെ ഈ 2026 കഴിഞ്ഞ മാസം വരെ ഉപയോഗിച്ചും ചെയ്തു. അപ്പം ഇതൊരു കംപ്ലൈന്റ് ഉള്ള ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഉപയോഗിക്കില്ല. അവര് ഇത് ഒരു ക്ലെയിം ചെയ്തിട്ട് ഫണ്ട് പ്രൈസ് ചെയ്ത് ആ ഇൻഷുറൻസ് ഇവർ തന്നെ വണ്ടി വാങ്ങിയതാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു വണ്ടി ഉണ്ട്, നിങ്ങൾക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റും. ഫ്ലഡ് A ലെവൽ ചില നമ്മളെ റണ്ണിംഗ് ബോർഡ് ലെവലിൽ മാത്രമേ 4 ലെവലിൽ മാത്രമേ വന്നിട്ടുള്ളൂ. സിയും ഡിയും അല്ല. അതെ. അപ്പൊ അതിന്റെ ഉദാഹരണം ഇതിന്റെ ഓണർ ഇവിടെ ഈ സമയം വരെ ഉപയോഗിച്ചെന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു വണ്ടിക്ക് പ്രപ്പോസൽ ഉണ്ടെങ്കിൽ നേരെ നിങ്ങൾ കമന്റിൽ അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അപ്പൊ അടുത്തത് വീണ്ടും 14 മോഡൽ കേട്ടോ. ഡീസൽ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു വണ്ടിയാണ്. ഇക്കോസ്പോർട്ട് ഡീസലിലേക്ക് ആള് വരാൻ കാരണം മൈലേജ് ഉള്ളതിനെ കൊണ്ടാണ്. അതും 1.5 വരുന്ന ഡീസൽ എഞ്ചിൻ ആയിരിക്കും. 2014 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 80,000 കിലോമീറ്റർ ഓടിയ ഡീസൽ വണ്ടി. ഇത് നമുക്ക് 4,10,000 കൊടുക്കാം. 4,10,000 നല്ലൊരു XUV ഡീസൽ കൊടുക്കാം. മാരുതിന്റെ ഒക്കെ ഡീസൽ വണ്ടി 20 മുതൽ സ്റ്റോപ്പ് ചെയ്തതിനെ കൊണ്ട് തന്നെ അതർ ബ്രാൻഡിലുള്ള ഡീസൽ വണ്ടിക്ക് നല്ല ഡിമാൻഡ് ഉണ്ട്. ചില ആവശ്യക്കാർ ഡീസൽ വേണമെന്നുണ്ടെങ്കിൽ വേറെ ബ്രാൻഡിലേക്ക് തന്നെ പോകണം. അപ്പോൾ 20-ന് ശേഷമുള്ള മാരുതിന്റെ ഒരു സെഗ്മെന്റിലും ഡീസൽ വണ്ടി ഇല്ല. അതാണ് വിഷയം. അപ്പോൾ ഒരു 14 ഡീസൽ മൈലേജ് നോക്കുന്ന ഒരാൾക്ക് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, വേറെ പരിക്കും കാര്യങ്ങളോ ഒന്നുമില്ല, പക്ക വണ്ടി. 4,10,000 കൊടുക്കാം. ഫിനാൻസ് നമുക്ക് ഇതൊരു 2.25-3 വരെ കൊടുക്കാൻ പറ്റും. ചില റണ്ണിങ് അല്ലാത്ത ഒരു ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ഇതാ നല്ലൊരു ഓട്ടോമാറ്റിക് വരാം. വാഗണർ ഓട്ടോമാറ്റിക് 2018 മോഡൽ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ ആകെ 50,000 ഓടിയിട്ടുള്ളൂ. ഇതിന്റെ ഇൻഷുറൻസ് ഫുൾ കവറിലാണ്. 240 ഒരു ID വാല്യൂ ഉള്ള 2026 11 മാസം വരെ വാലിഡിറ്റിയുള്ള ഇൻഷുറൻസ് വണ്ടിയിലുണ്ട്. സിംഗിൾ ഓണർഷിപ്പിൽ 50,000 കിലോമീറ്റർ VXI ഓട്ടോമാറ്റിക് 2018 മോഡൽ 4,25,000 രൂപയ്ക്ക് തരാം. വണ്ടി 4,4 തരാം. 4,25,000 നമുക്ക് ലോൺ ഇതിന് 3.25 വരെ ലോണും അവൈലബിൾ ആണ്. വണ്ടി റീപ്ലേസ്മെന്റോ വേറെ കാര്യങ്ങളൊന്നും ഇല്ല. പക്ക ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറി വണ്ടി. നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടി തന്നെയാണ്. ടയറും ഭാഗങ്ങളൊക്കെ ഒരു 50% ഉണ്ട്. 2016 ആസ്റ്റ I20. ആക്റ്റീവ് എന്ന് പറയുമ്പോൾ വ്യത്യാസം എനിക്ക് തോന്നുന്നത് റൂഫ് റെയിലും പിന്നെ ഷേപ്പിൽ എന്തോ വ്യത്യാസം. ക്ലാഡിങ്സ് വരും. അതെ, സ്കേട്ടിങ് വരുന്ന ഒരു ബ്ലാക്കിന്റെ ഒരു സ്കേട്ടിങ്ങും പിന്നെ ചെറിയൊരു ഫ്രണ്ട് I20ന്റെ നമ്മുടെ നോർമൽ ഇതിലുള്ള ഒരു ഫേസ് ലിഫ്റ്റിൽ ചെറിയൊരു മാറ്റം. അതിനാണ് ഇത് ആക്റ്റീവ് എന്ന് പറയുന്നത്. സെയിം എഞ്ചിനാണ്, സെയിം പവറാണ്, BS കാര്യങ്ങളൊക്കെ സെയിം ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 80,000 ഓടിയിട്ടുള്ളൂ. ഫുൾ ഓപ്ഷൻ ആണ്. ലോൺ നോക്കുന്ന ആളുകളാണെങ്കിൽ ഫുൾ എമൗണ്ട് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് 4 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 4 ലക്ഷത്തിന് 2016 ആസ്റ്റ പെട്രോൾ സിംഗിൾ ഓണർഷിപ്പ് 80,000 കിലോ പെട്രോൾ മാനുവൽ. ഫുൾ ഓപ്ഷൻ ആകുമ്പോൾ എല്ലാ കാര്യങ്ങളും വന്ന് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ വന്ന് എയർ ബാഗ്, ABS, അലോയ്സ്, മിറർ ഫോൾഡിങ് വന്ന് കീലെസ് എൻട്രി വന്ന് എല്ലാം വരുന്നത്. നെക്സ്റ്റ് ഒരു സ്പെഷ്യൽ റൈഡിൽ ടിയാഗോ തരാം. XT എന്നുള്ള വേരിയന്റിൽ 2018 മോഡൽ. 2018 ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ആണ്. പെട്രോള്. കിലോമീറ്റർ 80-ന് താഴെ ഓടിയിട്ടുള്ളൂ. ഇത് ഒരു സ്പെഷ്യൽ റൈഡിൽ തന്നെ തരാം നിങ്ങൾക്ക്. ഇത് ലോണൊക്കെ നോക്കുന്ന ആൾക്ക് ഫുൾ എമൗണ്ട് ലോൺ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. 2,95,000 2018 ടിയാഗോ തരാം. 2,95,000 ഫുള്ള് നമുക്ക് 3 lakhന്റെ ഉള്ളിൽ തന്നെ ലോൺ കയറും. മാക്സിമം കയറും. 2.25 കയറും. ഒരു 15 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. അപ്പോൾ 18 ടിയാഗോ 3 lakh ബിലോ ആയിട്ട് വരുന്ന ഒരു വണ്ടിയാണിത്. 13 കണ്ണൂർ രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണല്ലേ? യെസ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നെക്സ്റ്റ് ഒരു ഇയോണ് തരാം. ചെറിയൊരു വണ്ടി വേണമെന്നുള്ള ഒരാൾക്ക് 1,25,000 രൂപയ്ക്ക് 2012 ഇയോണ് തരാം. സെക്കൻഡ് ഓണർഷിപ്പ് 1.25. 1,25,000 ഇതിന് നമുക്ക് വേണമെങ്കിൽ ലോണും ഇട്ട് കൊടുക്കാൻ പറ്റുമോ? ചിലപ്പോൾ 1.25 ലോണും കയറാൻ പറ്റും. ലോണാണ്. പക്ഷെ ശ്രീരാം, മുത്തൂറ്റൊക്കെ ചെയ്യുന്നുണ്ട്. 12 ചെയ്യുന്ന ബാങ്കുകളുണ്ട്. അപ്പോൾ ഫണ്ടിങ് അല്ല, ഇയർ കുറയും. നമുക്ക് ചിലപ്പോൾ 4 വർഷം 3 വർഷം കിട്ടൂല, 1 വർഷം 2 വർഷം കിട്ടുള്ളൂ.
അപ്പോൾ എന്നാലും നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ്. 1,25,000 രൂപയ്ക്ക് 2012 രജിസ്ട്രേഷൻ വരുന്ന ഇറ പ്ലസ് സെക്കൻഡ് ഓണർഷിപ്പ്. യെസ്, 1.25 ചാൻസ് ആണ് വണ്ടി. AC പവർ സ്റ്റിയറിംഗ് വരും, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ വരുന്ന വണ്ടി. പിന്നെ ആസ്പെയർ ഇത് നമ്മൾ ബുക്ക്ഡ് ആയി കിടക്കുകയാണ്. നെക്സ്റ്റ് അടിപൊളി പോളോ നോക്കുന്ന ആളാണെങ്കിൽ ധൈര്യമായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പാണ്, 2017 ആണ്. കംഫർട്ട് ലൈൻ എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷനാണ്. യെസ്, 1.2 എഞ്ചിൻ വരും, 1200 cc വരുന്ന പെട്രോള് കിടില വണ്ടി കേട്ടോ. സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ഡോക്ടർ യൂസ്ഡ് വണ്ടിയാണ്. സ്റ്റിക്കർ സ്റ്റിക്കർ കാണുമ്പോൾ എല്ലാവർക്കും എന്തിനാന്നുള്ള എനിക്കറിയില്ല. 2017 കംഫർട്ട് ലൈന് പോളോ. പോളോന്റെ ഒരു ആരാധകർ എന്ന് പറഞ്ഞാൽ ബോഡി ലൈൻ അവർ നോക്കുക. ബോഡി ലൈന് എന്തെങ്കിലും വർക്ക് വന്നിട്ടോ അല്ലെങ്കിൽ റീപ്ലേസ് വന്നിട്ടൊക്കെ കട്ടായിക്കണോ പെയിന്റിങ്ങിലൊക്കെ, ഇത് ആ ഒരു ലെവലിലുള്ള ഒരു വണ്ടിയാട്ടോ. പക്ക ബോഡി ലൈൻ പോയിട്ടുള്ള പക്ക ക്വാളിറ്റി ആണല്ലേ. ഇതിപ്പം കളി അറിയുന്ന ആൾക്കാർക്ക് നല്ല അലോയ്സ് ഒക്കെ കയറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് നല്ല സ്കേട്ടിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചാൽ അടിപൊളി ആക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. 4,40,000 നേരം 2017 സിംഗിൾ ഓണർഷിപ്പ് കംഫർട്ട് ലൈന് പെട്രോൾ കേട്ടോ. 4,40,000. ഈ വണ്ടി മിക്കവാറും നിങ്ങളെ നാട്ടിലായിരിക്കും പോവാം. ഈ വണ്ടി ഡിസൈർ അല്ലേ, കൊച്ചി സൈഡിലേക്ക് അല്ലെങ്കിൽ എയർപോർട്ട് സൈഡിലേക്ക് യൂബർ ആക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ 2015 മോഡല് തരാം. 2015 ഡീസൽ ഡിസൈർ ടൂർ എന്നുള്ള കാറ്റഗറിയിൽ മാരുതി ഇറക്കിയ ഒരു വണ്ടി 3 ലക്ഷം രൂപയ്ക്ക് വരും. വേറെ 3 ലക്ഷം രൂപയ്ക്ക് ഡീസൽ കേട്ടോ. ഡീസൽ 1.3 എഞ്ചിൻ വരുന്ന നമ്മുടെ നോർമൽ സ്വിഫ്റ്റിലും റിഡ്സിലും ഒക്കെ വരുന്ന സെയിം എഞ്ചിൻ. 3 ലക്ഷം രൂപയ്ക്ക് വരും. നമുക്ക് ലോണും എനിക്ക് തോന്നുന്നത് 2.5 ലോണും ചെയ്യാൻ പറ്റും. പിന്നെ ഓട്ടോമാറ്റിക് നോക്കുന്ന ആൾക്ക് ഇപ്പോൾ നമ്മുടെ സ്റ്റോക്കിൽ ഒരു 6-7 ഓട്ടോമാറ്റിക് ഉണ്ട്. അതിലുള്ളൊരു വെഹിക്കിളാണ് 2023 സിംഗിൾ ഓണർഷിപ്പിൽ 1.2 AMT 1200 cc വരുന്ന എഞ്ചിൻ വരുന്ന AMT മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന സ്പോർട്സ് വേരിയന്റ് കേട്ടോ. സിംഗിൾ ഓണർഷിപ്പാണ്. കിലോമീറ്റർ 60 താഴെ ഓടിയിട്ടുള്ളൂ. ഇത് 6,55,000 വരും. 6,55,000 ഓട്ടോമാറ്റിക് ആണ് കിട്ടുന്നത്. ഇതിന്റെ ഓൺ റോഡ് റേറ്റ് നോക്കിയാൽ മതി. 23 വെഹിക്കിളിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാം വരുന്നത് സ്പോർട്സിൽ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് വരുന്നു. ഹെഡ്ലാമ്പ് വരുന്നുണ്ട്, DRL വരുന്നുണ്ട്, ഇന്റീരിയറിലാണെങ്കിലും എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ്. ലോൺ നമുക്ക് മാക്സിമം ചെയ്യാനും പറ്റും, 5.5 വരെ ലോണും ചെയ്യാൻ പറ്റും അല്ലേ. അടുത്തത് വരുന്നത് വെന്യൂ. അവിടെ നമ്മൾ പറഞ്ഞില്ല അല്ലേ, ഒരു അമേസ് ആണോ? ഇത് അമേസ് പോയതാണല്ലേ. ഇതൊരു സ്പെഷ്യൽ റേറ്റിൽ തരാം കേട്ടോ. സ്പെഷ്യൽ റേറ്റ് i20 2014 1.2 ഇറ പെട്രോൾ. ഒന്നിന്റെ പുറത്ത് ഓടിയിട്ടുണ്ട്, 1.12 ഓടിയിട്ടുള്ളൂ. പെട്രോൾ അല്ലേ? പെട്രോൾ ആണ്. വണ്ടി ബോഡി ക്വാളിറ്റി നോക്കിക്കേ, വണ്ടിന്റെ ഇന്റീരിയറിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേ. കുഴപ്പമൊന്നുമില്ലാത്ത വണ്ടിയാണല്ലേ. 2 ലക്ഷം രൂപയ്ക്ക് വരാം. 2 ലക്ഷം വേറെ വർത്താനല്ല, എടുക്കുന്ന ആൾക്ക് ബെനിഫിറ്റ് ഉണ്ട്. 2 ലക്ഷം രൂപയ്ക്ക് 2014 i20 1.2 ഇറ എന്നുള്ള ചെറിയ സ്ക്രാച്ച് അവിടെ ഇവിടെ ഉണ്ട്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു 2 രൂപ കൊടുക്കേണ്ടിയിരിക്കും, അത്രയല്ലേ ഉള്ളൂ. സ്പെഷ്യൽ റേറ്റ് ആണ്. 2 രൂപയ്ക്ക് നെറ്റ് ഈ വണ്ടിയിൽ ഇനി ഒന്നും പറയാനില്ല, എടുക്കുന്ന ആൾക്ക് ചാൻസ് ആണ്. 2 ലക്ഷം രൂപയ്ക്കാണ് ഈ i20 കൊടുക്കാനിരിക്കുന്നത് കേട്ടോ. ഇതിന് ഫിനാൻസ് കയറുമോ? ഫിനാൻസ് കയറാം, 14 ചെയ്യും. അടുത്തത് വെൻഡോ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആകെ 40,000 താഴെ ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് വേണമെന്നുള്ള ആൾക്ക് കിലോമീറ്റർ കുറവാണ്, ഓണർഷിപ്പ് സിംഗിൾ. ഈ 3 കാറ്റഗറിയും ഒത്തണിയൊരു വണ്ടിയാണ്. 2014 മാനുഫാക്ചറിങ്ങും 15 രജിസ്ട്രേഷനും വരുന്ന 2030 വരെ പേപ്പർ വാലിറ്റി ഉള്ള വെഹിക്കിള്. വണ്ടിയുടെ വെഹിക്കിൾ വാല്യൂ വരുന്നത് 3,70,000 വാല്യൂ തന്നെ വരുന്നുണ്ട്. 4,20,000 രൂപയ്ക്ക് വണ്ടി വരും. 4,20,000 അടുത്ത് വരെ ലോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 25 രൂപ ഇനിഷ്യൽ പേയ്മെന്റ് ഉള്ള ഒരാൾക്ക് എന്ത് ചെയ്യാം, വണ്ടി ഇറക്കി കൊടുക്കാൻ പറ്റും. പെട്രോൾ ആണ്, ഓട്ടോമാറ്റിക് ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്, 40 താഴെ ഓടിയിട്ടുള്ളൂ. എല്ലാം ഒത്തണിയ, റീപ്ലേസ് ഇല്ല. അപ്പൊ ആക്സിഡന്റ് ഉണ്ടായിട്ടാണോ? ആക്സിഡന്റ് ഇല്ല. ഹിസ്റ്ററി ചെക്ക് ചെയ്യാൻ ബസ് വാഗനിൽ നോക്കാം. കറക്റ്റ് വണ്ടി കേട്ടോ. 4,25,000 നിങ്ങൾക്ക് ഒരു ഓട്ടോമാറ്റിക് സ്വന്തമാക്കാൻ പറ്റും. ഡസ്റ്റർ SUV ഓട്ടോമാറ്റിക് വേണമെന്നുള്ള ആൾക്കാർക്കുള്ളതാണ് ഇത്. ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ ഡസ്റ്ററിൽ റയർ ആണ് ഓട്ടോമാറ്റിക് വരുന്നത്. അപ്പം അങ്ങനത്തെ ഒരു വണ്ടി ഇതാ. ഡീസൽ ഓട്ടോമാറ്റിക് ആണോ? ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 2017 മോഡല് 110 ഫുൾ ഓപ്ഷൻ വണ്ടി. RXZ ആട്ടോ വരിക. RXZ ഫുൾ ഓപ്ഷൻ 110 PS ആണ് വരിക. 2027 മോഡൽ ഉണ്ട്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. വണ്ടി 1 lakh എബോ ഓടിയിട്ടുണ്ട്. 2017 മോഡൽ. മാനുഫാക്ചറിങ് 2017 ആണ്, രജിസ്ട്രേഷൻ 17 ആണ്. സിംഗിൾ ഓണർഷിപ്പ്, MT ഡീസൽ 110 85 വരുന്നുണ്ട്, 110 വരുന്നുണ്ട്. ഇത് 110 ആണ്.
RX എന്ന് പറഞ്ഞ ഫുൾ ഓട് വണ്ടി, ഫുൾ ഓപ്ഷൻ വണ്ടി, എല്ലാ അലോയ്സും കാര്യങ്ങളും എല്ലാം വരുന്ന വണ്ടി. ഫീച്ചേഴ്സും വരുന്നുണ്ട്. 5,10,000 രൂപയ്ക്ക് വരും. 5,10,000 ഡീസൽ ഓട്ടോമാറ്റിക് വലിയ വണ്ടി കേട്ടോ, ചെറിയ വണ്ടിയൊന്നുമല്ല. സെലറിയോ ഇതും ധൈര്യമായിട്ട് ഒരാൾക്ക് എടുക്കാം, റെക്കമെൻഡ് ചെയ്യുന്നൊരു വണ്ടി. 2015 സെലറിയോ VXi AMT ആണ്. അത് ഓട്ടോമാറ്റിക് നോക്കുന്ന ലേഡീസിനൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഒന്നുകൂടി എടുക്കാൻ പറ്റും. 3,55,000 രൂപയ്ക്ക് തരാം. ഓട്ടോ ഗിയർ ബോക്സ് ആണ്, ജസ്റ്റ് കാണിച്ചു കൊടുക്കണം. മാനുവലിന്റെ റേറ്റേ വരുന്നുള്ളൂ. VXi AMT ആണ്, 2015 മോഡലാണ്. ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 39 ഓടിച്ചുള്ളൂ. 39,000 കറക്റ്റ് ജെന്യൂൻ കിലോമീറ്റർ ആണ്. നമുക്ക് ടയർ ഭാഗങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടയറാണ്, ഒരു പുത്തൻ ടയറാണ്. ബാറ്ററി പുതിയതാണ്, റീപ്ലേസ്മെന്റ് ഇല്ല. വേറെ റീപെയിന്റ് വന്നിട്ടില്ല. ബമ്പർ കോർണറിൽ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്. യെസ്. അപ്പോൾ അതിന് ഫിനാൻസ് എത്ര കയറും? ഇതിന് നമുക്കൊരു 2.25 ലോൺ കൊടുക്കാൻ പറ്റും. അത് 15 ഉണ്ട്. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു വാഹനമാണ്. ഡീസൽ സ്വിഫ്റ്റ് ഡീസൽ ഉണ്ടോന്നുള്ളത്. പഴയ ഷേപ്പ് മാരുതി നിർത്തിയോട് കൂടിയിട്ട് പഴയ ഡിസൈറിന് അല്ല, സ്വിഫ്റ്റിനൊക്കെ ആണ് വിലയും കൂടുതലാണ്. 2014 രജിസ്ട്രേഷൻ വരുന്ന സ്വിഫ്റ്റ് VDI 3,35,000 വരാം. 3,35 വാഗ്നറിന്റെ റേറ്റ് വരുന്നുള്ളൂ. ഡീസൽ വണ്ടി മൈലേജ് നോക്കുന്ന ഇപ്പം കൂടുതൽ ഓട്ടമുള്ള ആൾക്കാർക്കൊക്കെ എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. എത്തിയോസ് നമ്പർ കൊള്ളാലോ, ഫാൻസി നമ്പർ 2345. ഇതേ സെയിം നമ്പറിൽ നമ്മുടെ ആസ്പെയറും വരുന്നുണ്ട്. ശ്രദ്ധിച്ചില്ലായിരുന്നു. ഓക്കെ. 2011 സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. 2011 മുതൽ ഒരൊറ്റ ആൾ ഉപയോഗിച്ച വണ്ടിയാണ്. ജി വേരിയന്റ് വെച്ചാൽ മിഡിൽ ഓപ്ഷൻ, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരുന്ന പെട്രോൾ ആണ്. പെട്രോൾ മാനുവൽ ആണ്. അപ്പം പെട്രോൾ ഇപ്പം ടൊയോട്ട ഡീസൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും കംപ്ലൈൻസ് ഇല്ല. പെട്രോൾ കാണുന്നുണ്ടെങ്കിൽ അതിലേറെ ധൈര്യമാണ്, വേറെ ഒന്നും വരാനില്ല. 2,45,000 5 വർഷത്തെ ടാക്സ് അടച്ചു കൊടുക്കാം. ടാക്സ് 5 വർഷത്തെ ടാക്സ് കൊടുക്കാം. അപ്പം എടുക്കുന്ന കസ്റ്റമർക്ക് നമുക്ക് മെയിലാന്ന് തോന്നുന്നുണ്ട്. ഈ രജിസ്ട്രേഷൻ ഫീസ് ചില റിന്യൂവൽ ചാർജ് മാത്രമേ വരുള്ളൂ. അത് 1,500 താഴെ എന്തോ ഉള്ളൂ, ചെറിയ എമൗണ്ട് ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പം തന്നെ അവർക്ക് 5 ഇയർ ടാക്സിന്റെ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. 2,40 കൊടുക്കാം. 2,40 ടാക്സ് 5 ഇയർ ടാക്സിൽ കൊടുക്കാം. റെഡി ക്യാഷിന് എടുക്കേണ്ടി വരും. 11 മോഡൽ വണ്ടി പക്ക ക്വാളിറ്റി കേട്ടോ. ഫ്രണ്ട് പുത്തൻ ടയർ ഉണ്ട്. പിന്നെ ബാക്കി ഇൻസൈഡ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ വിഷയമില്ല. വണ്ടി ക്വാളിറ്റി, ബോഡി ലൈൻ ഒന്നും പോയിട്ട് കണ്ടീഷനും ഉണ്ട്. നല്ല പുത്തൻ ടയർ കിടപ്പുണ്ട്. അടുത്ത വെന്യൂ ഇതിന്റെ ഡീറ്റെയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 19 ആണ് മോഡൽ വരുന്നത്. 20 രജിസ്റ്റർ ചെയ്തത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. DCT അന്വേഷിക്കുന്ന ആൾക്കാർക്ക് ആണ്. ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ. അല്ലെ വണ്ടി ഒരു അനക്കം ബാക്കോട്ട് പോലാണ്. 20 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 82,000 ഓടിയിട്ടുള്ളൂ. ഇതൊരു സ്പെഷ്യൽ റേറ്റ് എന്ന് പറഞ്ഞാൽ 6,60,000 രൂപ. 6,60,000 DCT ആരെങ്കിലും വിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ വരും. കേരള രജിസ്ട്രേഷൻ വണ്ടി ആരെങ്കിലും DCT വിൽക്കണേ, മാനുവൽ കിട്ടും. DCT 1 ലിറ്റർ വേണം. 1 ലിറ്റർ ഉണ്ടെങ്കിൽ ഒന്ന് വരും. എപ്പോഴും ഒരു ചലഞ്ചിങ് ഉള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ വെച്ചിരിക്കുന്ന ഒരു ചലഞ്ച്. ഇതുണ്ട് നമ്മൾ നേരത്തെ കാണിച്ച ടിയാഗോ ചലഞ്ചിങ് ആണ്. ഈ ഗ്രാൻഡ് ഐറ്റം ചലഞ്ചിങ് ആണ്. അത് വണ്ടിയുടെ അടുത്ത് ചെല്ലുമ്പോൾ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എല്ലാ വണ്ടി ചലഞ്ചിങ് ആണല്ലേ. സ്പെഷ്യൽ ആയിട്ട് വെറുതെ പറഞ്ഞു 6,60,000 എടുക്കാൻ പറ്റും. ഇതിന് ലോൺ മാക്സിമം ചെയ്യാൻ പറ്റും. 6ന് മേലെ ലോണും ചെയ്യാൻ പറ്റും അല്ലേ. അപ്പൊ ഇത്രയും വണ്ടികളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇനി വണ്ടികൾ ഇഷ്ടംപോലെ വരാനുണ്ട്. മാർച്ചിലേക്ക് വരാനുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഒരു സ്പെഷ്യൽ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഫെബ്രുവരിയിൽ ഒരു ക്ലിയറൻസ് സെയിൽ നമ്മൾ 28-ാം തീയതി മന്ത് എൻഡാണ്, അടുത്ത ശനിയാഴ്ച. അപ്പോൾ നമ്മളെ വീഡിയോ ഇന്നാ കയറുന്നത്, 24-ാം തീയതി കയറുന്നതാണ്. അപ്പോൾ നമ്മളൊരു ബാക്കിയുള്ള ദിവസങ്ങൾക്ക് ഈ പ്രൈസ് 25-ാം തീയതി നമ്മുടെ വീഡിയോ കയറുന്നത്. 25-ന് വീഡിയോ കയറും. അപ്പോൾ നമ്മൾ 28-ന്റെ മുന്നേ ഉള്ള ഒരു സ്പെഷ്യൽ റേറ്റ് എന്നുള്ള രീതിയിൽ തന്നെ ഇട്ടത്. എല്ലാം സ്പെഷ്യൽ റേറ്റ്, വെറുതെ പറയല്ല. ഇതൊക്കെ നമ്മൾ ഇട്ട റേറ്റ് നോക്കിയാൽ കാണാം. 1,40, 2,45. പിന്നെ നമ്മളെ വെന്യൂവിൻ്റെ റേറ്റ്, അതേമാതിരി ടിയാഗോൻ്റെ റേറ്റ്, സ്വിഫ്റ്റിൻ്റെ റേറ്റ്, സെലേറിയോൻ്റെ റേറ്റ്, ഇയോൺ ഉണ്ട് അവിടെ 1,4. പിന്നെ നമ്മൾ അതിൽ കാണിച്ച തന്നെ പോളോൻ്റെ റേറ്റ്, വാഗനർ സ്പെഷ്യൽ റേറ്റിലാണ് വരുന്നത്. വെൻഡോ അടിപൊളി റേറ്റിലാണ്. 2015 വണ്ടി 4,4 ഓട്ടോമാറ്റിക് 39 വണ്ടി. ഓട്ടോമാറ്റിക് ഒക്കെ നല്ല ചാൻസ് റേറ്റിലാണ്. മറ്റു മാർക്കറ്റ് പ്ലേസിലൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്, കമ്പയർ ചെയ്യാവുന്നതാണ്. സ്പെഷ്യൽ റേറ്റിൽ അടിപൊളിയാണ്. എടുക്കുന്ന മൈലേജും കിങ് ആണ്. എല്ലാവർക്കും ക്രെറ്റയിലുള്ള പ്രശ്നമാണ് മൈലേജ് കുറവാണ്. പക്ഷേ 12-13 നോർമലി കിട്ടുന്നുണ്ട്. CNG വരുമ്പോൾ അതിൽ ഡബിൾ ഔട്ട് പോയി. അപ്പോൾ എല്ലാ ലോണ് കയറുന്ന വണ്ടികളാണ്. അതിൽ 1-2 വണ്ടികളെ ലോണ് കാറ്റഗറി 11 മോഡലൊക്കെ ബാങ്ക് കൊടുക്കാത്തതിനെ കൊണ്ടാണ്. അപ്പം ബാക്കിയെല്ലാം നമ്മുടെ ഡോക്യുമെന്റ്സ് നമ്മൾ സൈഡിൽ ഇങ്ങനെ കാണിക്കാട്ടോ.
2013-14 തൊട്ട് 3 വർഷം ഒക്കെ ഫിനാൻസ് ചെയ്യാൻ പറ്റും അല്ലേ? ഇല്ല, ആധാർ കാർഡ്, പാൻ കാർഡ്, ലാൻഡ് ടാക്സിന്റെ കോപ്പി, ഒരു 6 month ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം, ഗ്യാരണ്ടർ പ്രൂഫ് വേണം, ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളുള്ളൂ. അപ്പോൾ സിബിൽ സ്കോർ നമുക്ക് എത്ര വേണം? സ്കോർ 650 മേലുണ്ടെങ്കിൽ 650 നമുക്ക് തന്നെ നമ്മളെ ഇപ്പം ഗൂഗിൾ പേയിൽ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നോക്കിയിട്ട് വരിക. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. നമുക്ക് എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ടോ ഇവിടെ? എക്സ്ചേഞ്ച് ഓപ്ഷൻ്റെ ഡീറ്റെയിൽ നമ്മളെ വാട്സപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മളെ എക്സ്ചേഞ്ച് ഡിപ്പാർട്ട്മെന്റ് അവരെ തിരിച്ചു വിളിച്ചോളൂ. പക്ഷേ ക്വാളിറ്റി ഉള്ള വണ്ടി ആയിരിക്കണമല്ലോ, നമുക്ക് മറിച്ച് വെക്കാനുള്ളതല്ലേ? മറിച്ച് വെക്കാനുള്ളതാണ്. പിന്നെ നമുക്ക് ആ പേപ്പർ വാലിഡിറ്റി നമ്മൾ റിന്യൂവൽ പോയാൽ കിട്ടുന്നുള്ള ഉറപ്പുള്ള ടൈപ്പൊക്കെയാണ് എടുക്കുള്ളൂ. ഡെലിവറി ഉണ്ടോ നമുക്ക്? കേരളത്തിൽ എവിടെയും കൊടുക്കാം അല്ലേ? കേരളത്തിൽ എവിടെയാണ് ഡെലിവറി ഉണ്ട്. നിങ്ങൾ വണ്ടി വന്ന് നോക്കണം, ചെക്ക് ചെയ്യണം. നമ്മൾ ഓൺലൈനിൽ കൂടെ ആ വണ്ടി എനിക്ക് വേണം, നിങ്ങൾ വിട്ടോളൂ എന്ന് പറഞ്ഞാൽ അല്ല ചെയ്യുക. നിങ്ങളെ റിലേറ്റീവോ ഫ്രണ്ട്സോ ആരെങ്കിലും വിട്ടിട്ട് വണ്ടി ഇവിടെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യുക. കമ്പനിയിൽ കൊണ്ടുപോകാം, ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് കമ്പനിയിൽ ആണെങ്കിൽ അതായത് ബ്രാൻഡിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് അറിയുന്ന ആളുണ്ടെങ്കിൽ അവരെ വിട്ടിട്ടും ചെക്ക് ചെയ്യാം. അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഡെലിവറി ആയിരിക്കും. ഓൾ കേരള ഫിനാൻസും ഉണ്ട്, നമുക്ക് ഫിനാൻസും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഓഫർ തീരുന്നതിന് മുമ്പ് നിങ്ങൾ എത്രയും പെട്ടെന്ന് വണ്ടി എടുത്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നോയമ്പൊക്കെയാണ്, എന്നിട്ടും വെയിലുകൊണ്ട് നമ്മുടെ ഇപ്പോൾ ഇത്ര നേരം നിന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണാം അല്ലേ? മാർച്ചിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.